മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വേദമന്ത്രങ്ങൾ ആലപിച്ചുകൊണ്ടാണ്. ഒബാമ ഇരിക്കുമ്പോഴും ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അങ്ങനെ പതിവുണ്ട്. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു 10-14 പ്രോവിൻസുകളുള്ളതിൽ, സ്റ്റേറ്റുകളുള്ളതിൽ മിക്കവാറും സ്റ്റേറ്റ് അസംബ്ലി സമ്മേളനം കൂടുന്നതും വേദമന്ത്രങ്ങൾ ആലപിച്ചുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ധാരാളം സംഘടനകൾ, ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു 10 ദിവസത്തേക്ക് അമേരിക്കയിൽ പോയിരുന്നു. അവിടുത്തെ വാർത്തകൾ നല്ല രസമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ഇഷ്ടംമാതിരി ചെറിയ ചെറിയ സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് വേദമന്ത്രങ്ങൾ ആലപിച്ചുകൊണ്ടാണ്. ഇവിടെ ഡോക്ടറേറ്റ് ഉള്ള ഡോക്ടർ സെഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ZED, അതാണ്, ഇന്ത്യക്കാരനാണ്, അമേരിക്കൻ സിറ്റിസണാണ്. ഈ ഡോക്ടർ സെഡാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പാർലമെന്റ് മുതൽക്ക് ചെറിയ സംഘടനയിൽ വരെ ഉദ്ഘാടനത്തിന് വേദമന്ത്രങ്ങൾ ആലപിക്കുന്നത്. അദ്ദേഹം നല്ലൊരു രസമുള്ള ആളാണ്. അദ്ദേഹം സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് യോഗ പഠിപ്പിക്കണം, ഹഠയോഗം പഠിപ്പിക്കണം, വേദമന്ത്രങ്ങൾ പഠിപ്പിക്കണം, രാമായണം പഠിപ്പിക്കണം എന്നെല്ലാം പറയും. വളരെ രസകരമായിട്ട് ആ ഫുൾ ഡീറ്റെയിൽ ചർച്ച ചെയ്തിട്ട് അവരെല്ലാം അത് സ്വീകരിക്കുന്നു. ഇപ്പോ ചാൾസ്റ്റൺ എന്ന് പറയുന്നിരിക്കുന്ന ഒരു പ്രദേശത്ത്, മുനിസിപ്പാലിറ്റിയിൽ എല്ലാ സ്കൂളിലും കഴിഞ്ഞ ആഴ്ച മുതൽക്ക് യോഗ തുടങ്ങി. ഇദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ്. എൻ്റെ വായിൽ പറയാൻ പറ്റാത്ത ഒരു പേരുള്ള ഒരു അമേരിക്കക്കാരൻ ഒരു സിനിമ ഉണ്ടാക്കി. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നത് കുറെ വരികൾ അതിനകത്തുണ്ട്. ഈ ഡോക്ടർ സെഡ് എന്ന് പറയുന്ന ആൾ അയാളെ ചെന്ന് കണ്ട് ഇത് ഹിന്ദു ധർമ്മത്തിലുള്ളതല്ല, തെറ്റാണെന്ന് പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യിച്ചിട്ട് സിനിമയിലെ ആ ഭാഗമെല്ലാം മാറ്റിച്ചു. അതേപോലെ തന്നെ ശ്രീകൃഷ്ണനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില പാഠഭാഗങ്ങൾ അമേരിക്കയിലെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹവും കൂട്ടരും അവിടെ ചെന്ന് അതെല്ലാം വിവരിച്ചു കൊടുത്ത് ആ പുസ്തകങ്ങൾ തന്നെ റീപ്രിന്റ് ചെയ്തു. കാലിഫോർണിയയിൽ ഇദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് യോഗയും സംസ്കൃതവുമെല്ലാം വളരെ ഗംഭീരമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം വ്യാപിക്കാൻ തുടങ്ങി. ഇത്രയും ഞാൻ പറഞ്ഞത് നിരന്തരം അദ്ദേഹത്തിന്റെ ഇമെയിലും കോണ്ടാക്ട് ആയിട്ടുള്ള ലിങ്കും എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇന്നലെയും കിട്ടി, ഇന്ന് രാവിലെയും കിട്ടി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു വ്യക്തി വിചാരിച്ചാലും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരിക്കും കാലിഫോർണിയയിലും ആ പ്രദേശത്തുമൊക്കെ ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കില്ല, സൗത്ത് ഏഷ്യ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എന്നിട്ട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, സൗത്ത് ഏഷ്യ എന്ന വാക്കുകൾ പറയുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹം ചെന്ന് ഇവരും കൂട്ടരും ചെന്ന് പറഞ്ഞു, സൗത്ത് ഏഷ്യ എന്ന് പറയരുത്, ഇത് ഇന്ത്യൻ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയണം. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയണം, സൗത്ത് ഏഷ്യൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയരുതെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അവസാനം അത് അംഗീകരിച്ചു. ചില ചാനലുകളിൽ ഇന്ത്യയിൽ അതിന്റെ വാർത്ത വന്നത് ഇന്ത്യ സർവൈവ്ഡ് എന്നാണ്. ഇന്ത്യ സർവൈവ്ഡ് എന്ന് വെച്ചാൽ ഇന്ത്യ രക്ഷപ്പെട്ടു. പക്ഷെ കൊട്ടേഷൻ ഉണ്ട്, ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി എന്ന അർത്ഥത്തിലാണ് ഇന്ത്യ സർവൈവ്ഡ് പറഞ്ഞത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു, എല്ലാവരും അവന്റെ രീതി ചെയ്യട്ടെ. യുക്തിവാദികളുടെ രീതി ചെയ്യട്ടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി ചെയ്യട്ടെ, കോൺഗ്രസ്സുകാരുടെ രീതിയിൽ, RSSകാരോ VHPക്കാരോ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരോ ആരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം. നമ്മുടെ നാടിന്റെ ഒരു പൈതൃകമെങ്കിലും പഠിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒരു കാര്യമെങ്കിലും പഠിക്കണം. അത് തറവായിട്ട് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതൊരു മിഷനായിട്ട് പ്രചരിപ്പിക്കണം. പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം. എന്നിട്ട് അതിനായിട്ട് പ്രവർത്തിക്കണം. നമ്മളുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രം, ഞാനായി എൻ്റെ കുടുംബമായി ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്, അങ്ങനെയൊന്നും ഒരു കാരണവശാലും വിചാരിക്കരുത്. ഒതുങ്ങിക്കൂടി കഴിയാനുള്ള ഒരു ജന്മമാവരുത് ഇത്. കുറേയധികം ആൾക്കാർ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ കൂടി പറ്റണ്ടേ? എൻ്റെ അമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, എൻ്റെ ഭാര്യയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമുക്കത് പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചവരെ പോലെയല്ലേ? ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ മിണ്ടാതിരിക്കുന്നത്. അത് ശരിക്ക് ക്ഷമാഭൂഷണം ധീരാണാം
ക്ഷമാ ബലം അശക്താന. ശക്തിയില്ലാത്തവർക്ക് ക്ഷമ ഒരു ബലാണ്. ക്ഷമാ ബലം അശക്താന. ശക്തിയില്ലാത്തവർക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞ ഒരു ബലാണ്. പക്ഷെ ശക്തി ഉള്ളവർ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആഭരണമാണ് അവർക്ക്. ക്ഷമാ ആഭരണം ശക്താന. ശക്താന ഭൂഷണം ക്ഷമ എന്നാ പറയാ. ശക്താന ഭൂഷണം ക്ഷമ. അതുപോലെ തന്നെ ശക്തന്മാർക്ക് അതൊരു ആഭരണമായിട്ടാണ് ക്ഷമയിരിക്കുന്നത്. അശക്തന്മാർക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു ബലാണ്. കാരണം ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ തല്ലാനൊന്നും വരില്ലല്ലോ. അപ്പൊ നമ്മൾ അശക്തന്മാരാവരുത്, ശക്തന്മാരായി പ്രതികരിക്കേണ്ട വേണം. ആയുധങ്ങൾ ഉപയോഗിച്ചോ കല്ലോ വടിവാളോ ശാരീരികമായിട്ടുള്ളത് കൊണ്ടോ അല്ല പ്രതികരിക്കേണ്ടത്. വാക്കുകൊണ്ടും പേന കൊണ്ടും പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനറിവ് വേണം. അപ്പോ ഈ ഡോക്ടർ സെയ്ദ് എന്ന് പറയുന്ന ആളുടെ ശ്രമം കൊണ്ട് അമേരിക്കയിൽ ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ വൈദിക ചിന്താധാരകളെ കുറിച്ച് അറിയാനും പഠിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളും ചെയ്തില്ലെങ്കിൽ ഈ കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാലോചിച്ച് നോക്കുക, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ കലാ ഉത്സവത്തില്, സ്കൂൾ യുവജനോത്സവത്തില് അതില് അത്ഭുതകരമായി കണ്ടത് ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ ക്ഷേത്രകലകളാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത്. അതവർ പഠിച്ചത് കൊണ്ടല്ലേ സാധിച്ചത്. മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രകലകള് മുഴുവനും സ്കൂളുകളിലൂടെ തിരിച്ചു വരുന്നു. ഒരു മുസ്ലിം, താനി വർഗീയവാദിയായ മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ടും അദ്ദേഹത്തിന് അത് തടയാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് കുറെ അറബിയിലെ സാധനങ്ങൾ ചേർക്കാൻ സാധിച്ചു. പക്ഷേ നമ്മുടെ പൈതൃകത്തിന്റെ കുറെ അധികം കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാൻ സാധിച്ചു. നിങ്ങളുടെ മക്കൾ പഠിക്കണം, നിങ്ങളും പഠിക്കണം, പഠിച്ചത് പഠിപ്പിക്കണം. സംശയങ്ങളൊക്കെ ഉണ്ടാവും, താനെ ഉത്തരം കണ്ടെത്താൻ പറ്റണം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമുള്ള ഒരു ധർമ്മത്തില് ഓരോ സംശയം വരുമ്പോഴും ഓരോരുത്തരും ഫോൺ വിളിച്ച് ചോദിച്ചത് കൊണ്ട് ഉത്തരം കിട്ടിയെന്ന് വരില്ല. ഇന്നലെ ഒരു വലിയ കുടുംബത്തിലെ സംഗമം ഉണ്ടായിരുന്നു ആറ്റിങ്ങല്. ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി വന്ന് അവരുടേതായിട്ടൊരു ചോദ്യം ചോദിച്ചു. കുടുംബ സംഗമം, ഒരാളുടെ 70ാം ജന്മവാർഷികവും മറ്റയാളുടെ ഭാര്യയുടെ 60ാം ജന്മവാർഷികവും ഒക്കെ ചേർത്ത് ആ സമ്മേളനത്തിൽ ശബരിമലയെക്കുറിച്ചൊരു ചോദ്യം വളരെ വികാരം തീവ്രമായിട്ട് കുട്ടി ചോദിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞു, ഉത്തരമൊക്കെ തന്നെ കണ്ടെത്തുക, ഈ കുടുംബ സംഗമത്തിൽ അതിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. കാരണം ആരെങ്കിലും ഒരാളെ മുമ്പിൽ കിട്ടിയാൽ അയാളോടൊക്കെ ചോദ്യം ചോദിക്കാം, ആരുടെയെങ്കിലും ഫോൺ നമ്പർ കിട്ടിയാൽ അയാളെ വിളിച്ച് ചോദിക്കാം, ആരുടെയെങ്കിലും ഇമെയിൽ കിട്ടിയാൽ അയാളെ വിളിച്ച് ചോദിക്കാം. തന്നെത്താനെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കൽ എൻ്റെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഇത് പഠിച്ച് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വമാണ് ഈ ലോകത്തിലെ എല്ലാവരുടെയും ഒരേ ചോദ്യത്തിന് നിരന്തരം അതേ മറുപടി കൊടുത്തോണ്ടിരിക്കുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്, അതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. ജസ്റ്റ് ഒരു കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒന്ന് അടിച്ച് ഇതെന്താ അങ്ങനെ, പരശുരാമൻ എന്താ ഇങ്ങനെ ഉണ്ടായത്, എന്തൊരു അത്ഭുതമാണ്. ആ പരശുരാമന്റെ ഒരു കഥയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം പോലും ഇല്ലാതെ അങ്ങനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തി അങ്ങനെ സാധിക്കുമോ? ആരായി മഹാബലി? മഹാബലി കേരളം ഭരിച്ചിട്ടേ ഇല്ല. മഹാഭാഗവതവും മഹാഭാരതം ഗ്രന്ഥങ്ങൾ നോക്കുക. മഹാബലി ഭരിച്ചത് കച്ച ഏരിയയാണ് ഗുജറാത്തിന്റെ. ഇത് മാമല്ലപുരത്തിലെ മഹാബലിപുരത്തിലെ മഹാബലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടും കൂടി ചേർത്തുകൊണ്ട് അതും നമുക്ക് പ്രയോജനപ്പെടുത്താം. അതും തെറ്റാണെന്നല്ല, അതിനതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ വ്യക്തിപരമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴും ഓർമ്മിക്കുക, എല്ലാം ഒന്നും പഠിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു ബൈബിളേ ഉള്ളൂ, അതവർ വായിക്കാറുമില്ല. അമേരിക്കക്കാരും അത് തൂത്തെറിഞ്ഞു, ഇംഗ്ലണ്ടുകാരും അത് വലിച്ചെറിഞ്ഞു, യൂറോപ്യന്മാരും അത് വലിച്ചെറിഞ്ഞു. തനി പ്രാകൃത ഗ്രന്ഥം, കെട്ടുകഥ. പക്ഷെ ഇവിടെ ഇപ്പോഴും ഭാഗവതം വായിക്കലും രാമായണം വായിക്കലും മഹാഭാരതം വായിക്കലും ഭഗവത്ഗീത കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കലും വേദം പഠിപ്പിക്കലും വ്യാകരണം പഠിപ്പിക്കലും ഇതെല്ലാം ഇന്നുമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ കാലചക്രം തിരിയുമ്പോൾ നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതിനെ അത് തൂത്തെറിയും. നിങ്ങൾ ചെന്ന് നോക്കുക, ഇംഗ്ലണ്ടിലും ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഞാൻ ഉണ്ടായിരുന്നതാ വർഷങ്ങളോളം. അവിടുത്തെ ഒരു പള്ളിയും തുറക്കാനും ആളില്ല, എല്ലാ പള്ളികളും വിൽക്കാണ്. ഇവിടെ കുറേ ക്രിസ്ത്യാനികള് ഈ പള്ളിയെ കുറിച്ചിട്ട് വികാര തീവ്രമായിട്ട് പറയുമ്പോൾ ഇവർ ചെന്ന് അവിടെ പോയി നോക്കണം, അവിടെ ആരെങ്കിലും പള്ളിയിൽ പോകാനുണ്ടോ, ആരെങ്കിലും ബൈബിള് വായിക്കാനുണ്ടോ. അവർക്ക്
ഒരു തരത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാൻ പറ്റാത്ത ഒരു കെട്ടുകഥയുമായിട്ട് വരുന്ന പുസ്തകം ആണ് എല്ലാം എന്ന് ഇവിടുത്തെ അച്ഛന്മാരും കന്യാസ്ത്രീകളും പഠിപ്പിക്കുന്നത് കേട്ട് അവര് അന്ധമായിട്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാം. ഹിന്ദുക്കൾ ചോദ്യം ചെയ്യാതെ ഒന്നും വിശ്വസിക്കരുത്. ആ ശിക്ഷായി പ്രശ്നിനം ഉപശിക്ഷായി ഉപപ്രശ്നിനം. ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തി പോണം. പക്ഷേ എന്തിനും ഏതിനും ഒരു ഫോണിലൂടെ വിളിച്ച് ചോദിക്കലല്ല, നമ്മൾ തന്നെ ഇന്റർനെറ്റിലൂടെ കണ്ടുപിടിക്കണം, വിക്കിപീഡിയയിലൂടെ കണ്ടുപിടിക്കണം, വേറെ വല്ല വ്യക്തികളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കണ്ടുപിടിക്കണം, ഉത്തരം കൊടുക്കാൻ സമയമുള്ളവരെ വിളിച്ച് ചോദിച്ച് കണ്ടുപിടിക്കണം. തന്നെത്താന ബുദ്ധിയും യുക്തിയും ശാസ്ത്രത്തിന്റെ പിൻബലവും ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? എന്തിനാ എല്ലാത്തിനും ഓരോരുത്തരും അന്വേഷിച്ചു പോകുന്നത് എന്നുകൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. ഡോക്ടർ സത്യനെ പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ് ഗ്രൂപ്പ്, ഫേസ് പേജുകൾ, ഇതുണ്ട്, യൂട്യൂബ് ഉണ്ട്, പിന്നെ ബ്ലോഗിന്റെ സൗകര്യങ്ങളുണ്ട്. എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ധർമ്മം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.